രോഗികളുടെ കാര്യം പറയും. നമ്മൾ രോഗികളെ നോക്കാതിരുന്നിട്ടില്ല, രോഗികളെ നോക്കുന്നുണ്ട്. നമ്മൾ സാലറി ചോദിക്കുമ്പോൾ മാത്രം എന്താണ് ഞങ്ങൾ രോഗികളെ നോക്കാത്തവരാകുന്നത് എന്ന് എനിക്കിപ്പോൾ ഉത്തരം അറിയണം. നമ്മൾ ഡോക്ടർമാർ പറയുന്നത് പോലെ എല്ലാ കാര്യവും കെയർ ചെയ്യുന്ന സ്റ്റാഫ്മാരാണ്. ഇന്ന് നമുക്ക് നമ്മുടെ മുമ്പോട്ട് ജീവിക്കാനുള്ള വക ഇല്ലാതെ വരുമ്പോഴാണ് ഓരോ സ്റ്റാഫ്മാരും തെരുവിലിറങ്ങുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ കയറുന്നവർക്കാണെങ്കിൽ പോലും 20,000 രൂപയിൽ ഒന്നും പോകത്തില്ല. ലോൺ അടയ്ക്കുന്നവരുണ്ട്, ലോൺ അടച്ച് 10,000 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ക്വാളിറ്റി കെയർ ഇന്റേൺഷിപ്പിനെ കുറിച്ച് ഒരു ചെറിയൊരു പോയിന്റ് മാത്രം ഒന്ന് പറയട്ടെ. ഈ ട്രെയിനി ഡോക്ടേഴ്സ് ഉണ്ട്, മറ്റു BDS, അങ്ങനെ പല ഇതുണ്ട്. 4-5 പ്രൊഫഷണൽ കോഴ്സാണ് നഴ്സിംഗ് ആണല്ലോ. മുമ്പ് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ INC അത് സിലബസ് ഇന്റേൺഷിപ്പ് എടുത്ത് പറഞ്ഞു കഴിയട്ടെ. അങ്ങനെ ടീച്ചറല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു ഇത് സാധാരണഗതിയിൽ 1 വർഷത്തെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു ഡോക്ടർ ഇറങ്ങുന്നത്. അപ്പൊ നമ്മള് കേരളത്തിൽ സ്ഥിതി കുറച്ച് മെച്ചമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ നിയമപ്രകാരം ഒരു ഹോസ്പിറ്റലുള്ള ഒരു നഴ്സിംഗ് കോളേജിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. തമിഴ്നാട്ടില്, കർണാടകയിൽ പോയി നോക്കിക്കോളൂ, ഒരു ഹോസ്പിറ്റലും ഇല്ലാത്ത നഴ്സിംഗ് കോളേജുകളുണ്ട്. എങ്ങനെയാണ് ടോട്ടൽ ഡ്യൂട്ടി റൊട്ടേഷൻ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അവർ വർക്ക് ചെയ്ത് പരിചയിക്കണം. അങ്ങനെയാണ് ഡോക്ടേഴ്സും മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് 2012 ഗവൺമെന്റ് ഇറക്കിയ നിയമപ്രകാരമാണ് ഇന്റേൺഷിപ്പ് ഇവിടെ നടക്കുന്നത്. ട്രെയിനി നടക്കുന്നത്. ട്രെയിനി ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. 2020-21 സിലബസ് പ്രകാരം നഴ്സിംഗിൽ ഇന്റേൺഷിപ്പ് ഉണ്ട്. 8 സെമസ്റ്റർ എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. അത് ട്രെയിനിങ് പീരീഡിന് തുല്യമാണ്. പിന്നെ എന്തിനാണ് ട്രെയിനിങ് സിസ്റ്റം ഹോസ്പിറ്റലുകൾ നടത്തുന്നത്? ഈ പറയുന്ന സാറിന്റെ സ്ഥാപനത്തിൽ നഴ്സിംഗ് കോളേജിൽ അനുപാതികമായ അധ്യാപകരുണ്ടോ എന്ന് ചോദിക്കൂ. 1:10 എന്ന് പറയുന്ന റേഷ്യോ നിലനിർത്തേണ്ട സ്ഥാപനമാണ് നഴ്സിംഗ് കോളേജുകൾ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ അധ്യാപകരുണ്ടോ എന്ന് ചോദിക്കും. തമിഴ്നാട് ഒന്നും ആളെ ഇറക്കുന്നുണ്ടോ എന്ന് സാറിന് ചോദിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.